ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നെ പോലെ ഫ്രഷറായിട്ട് ജോലിക്ക് കയറി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ച് കഴിഞ്ഞ് ജോലിക്ക് കയറുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, നമുക്കൊരു സമാധാനം കിട്ടും. കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഈ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഒരു ജോലി ഒന്ന് കിട്ടിയാൽ മതി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഗൈസ് അങ്ങനല്ല. നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ പൈസ കിട്ടിത്തുടങ്ങുമ്പോൾ പിന്നെ നമുക്കൊരു 5 പൈസ നമ്മുടെ കയ്യിൽ കാണത്തില്ല. വരുന്ന സാലറി അതുപോലെ പോവും. പല ആൾക്കാരും വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ സീനിയേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായാലും എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത്രയും ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് വിചാരിക്കത്തില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു ജോലിക്ക് ആദ്യമായിട്ട് കയറുമ്പോഴേ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും ജോലി കിട്ടും എന്നുള്ളൊരിതുണ്ട്. ശരിയാ, ജോലിയൊക്കെ കിട്ടും. പക്ഷേ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടൂ. ഫ്രഷറായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം കിട്ടത്തില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഫ്രഷേഴ്സിനെ ചുരുക്കം കുറച്ച് ഹോസ്പിറ്റലിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അത്രയ്ക്ക് വേക്കൻസീസ് കുറവാണ് നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പം അതാരും മനസ്സിലാക്കത്തില്ല. എല്ലാവരും പറയുന്നത് ഒരു നേഴ്സിനെ കിട്ടിയാൽ മതി, നേഴ്സിനെ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നേഴ്സിനെ സെറ്റാക്കി കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി എന്നൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗിൽ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടേതായ ഫാമിലി ലൈഫോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയിട്ടുള്ളോ ഇതൊന്നും എൻജോയ് ചെയ്യാൻ കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ നഴ്സിംഗ് 4 വർഷം പഠിച്ചപ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും സ്ട്രെസ്സും ഇത്രയും ഒരു മെൻ്റൽ ഒരു വീക്ക്നെസ്സും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ജോലിക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനുള്ള ഒരു സമയം കിട്ടിയാൽ മതി എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഞാനിനി എൻ്റെ ലൈഫിൽ ഞാൻ ആരോടും പറയത്തില്ല നഴ്സിംഗ് എടുക്കുന്നു. പക്ഷേ കോളേജിൽ പഠിച്ച സമയത്താണെങ്കിൽ ഞാൻ പറയും കുഴപ്പമില്ല, നഴ്സിംഗ് എടുക്കുക നല്ലതാന്നൊക്കെ. പക്ഷെ ജോലിക്ക് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ലീവ് ചിലപ്പോൾ കിട്ടണമെന്നില്ല, നമ്മൾ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നഴ്സിംഗിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊക്കെ വിചാരിക്കും പോലെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കിടിലായിട്ടുള്ളൊരു സംഭവം അല്ല. ഭയങ്കര കഷ്ടപ്പാടും ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ച് മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആവുന്ന ഒരു സംഭവമാണ് ഈ നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും